ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 7ാമത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതാ മടക്ക് പൂരി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് പക്കോട ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കസ്റ്റർഡ് പൊടി പാലും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കില്ല, അപ്പോൾ അതിന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം, മയോണൈസ് ഉണ്ടാക്കണം, കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ, അതും പൊരിക്കണം. അപ്പോൾ എനിക്ക് ഞാൻ പുതിയതായിട്ട് കുറേ ദിവസമായി ചോറ് കഴിച്ചിട്ട്, അപ്പോൾ ഇന്ന് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതാ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പൈനാപ്പിൾ ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കറണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് കറണ്ട് പോയതാണ്. അപ്പോൾ 5-5:15 കറണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിന് മുന്നേ. അപ്പോൾ കറണ്ട് വന്നത് വേഗം അതൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ കൊണ്ട് തണുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ ഇതാ മടക്ക് പൂരിയൊക്കെ ഓരോന്നായി ചുട്ടെടുത്തിട്ട് പിന്നെ അതും ചുട്ട് കഴിഞ്ഞ് ഇതാ പക്കോട കുറച്ച് ഉണ്ടാക്കിയിട്ട് അതും ചുട്ടെടുത്ത് പിന്നെ ആ എണ്ണയിൽ തന്നെ ഇതാ ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിടന്ന് വൈകുന്നേരം ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി, തണ്ണിമത്തൻ, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇതാ ടേബിളിന് മുകളിലൊക്കെ കൊണ്ടുവച്ച്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നതാ നോമ്പ് തുറന്ന് അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇതെൻ്റെ മക്കൾ ഓരോരുത്തരായിട്ട് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ചപ്പാത്തി കഴിച്ചത് എൻ്റെ ചെറിയനും കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെയാണ് ഞാൻ നോമ്പ് ഭക്ഷണം കഴിച്ചത്. എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ ചോറുണ്ട് കഴിച്ചത്, ചപ്പാത്തി ഒന്നും ഞാൻ കഴിച്ചില്ല. അപ്പോൾ ചോറും നല്ലൊരു അച്ചാറും ഉണക്കമീനും ചിക്കൻ പൊരിച്ചതും കൂട്ടി അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ അതാ റീന അപ്പോഴത്തേനും കിടന്ന് അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു. പിന്നെ ഞാൻ അടുക്കളയൊക്കെ നിറയെ പാത്രങ്ങളായിരുന്നൊക്കെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യണേ.